പറഞ്ഞു ലിക്വിഡ് സോൾവെന്റിലേക്ക് സോളിഡ് സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സൊല്യൂഷന്റെ വാപ്പർ പ്രഷർ എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യും അല്ലെ? പ്യുവർ സോൾവെന്റിൽ ഉണ്ടായ വാപ്പർ പ്രഷർ അല്ല സൊല്യൂഷനായി മാറുമ്പോഴും ഉണ്ടാവുന്നത്. അതുവരെയുള്ളത് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് ഇനി അടുത്ത കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നുള്ളവർക്ക് പഠിക്കാനും ഉണ്ട്. അതായത് ഇവിടെ ഇപ്പം വാപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്? സോൾവെന്റിന്റെ ഡിക്രീസ് ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു ഡിക്രീസ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, നമ്മൾ ആഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, സോളിഡ് സൊല്യൂട്ടിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, അതിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഏത് സൊല്യൂട്ട് ആയിക്കോട്ടെ, സോഡിയം ക്ലോറൈഡ് ആയിക്കോട്ടെ, യൂറിയ ആയിക്കോട്ടെ, ഗ്ലൂക്കോസ് ആയിക്കോട്ടെ, അതിന്റെ നാച്ചർ എന്തോ ആയിക്കോട്ടെ. ഓക്കെ. നാച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് സൊല്യൂട്ട് ആകുമ്പോൾ ഡിഫറെന്റ് നാച്ചർ ആയിരിക്കും അതിന്. പക്ഷേ ഏത് സൊല്യൂട്ട് ആണെങ്കിലും അതിന്റെ ക്വാണ്ടിറ്റി എത്രത്തോളം നമ്മൾ ആഡ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് എന്ത് മാറ്റം വരും? വാപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റിന് അത്രത്തോളം ഡിക്രീസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ആ കാര്യം ഒന്ന് മൈൻഡിൽ വെക്കുക. നമ്മൾ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നുള്ള ടോപ്പിക് പഠിക്കും, ഇതൊന്ന് നമ്മൾ കുത്തിപ്പൊക്കും. ഓക്കെ. ഇനി റൗൾസ് ലോ എന്നുള്ളത് നമ്മൾ നേരത്തെ ഏത് കേസിന്റെ നമ്മളെ ലിക്വിഡ് സൊല്യൂഷന്റെ കേസിൽ ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായി അല്ലേ? അല്ലേ? ഇവിടെ നമുക്ക് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ ആയതുകൊണ്ട് എങ്ങനെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള റൗൾസ് ലോ എങ്ങനെ പറയാം? ഇവിടെ ഡാർക്കൻ ചെയ്ത് കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണേ. Raoult's law in general form can be stated as, for any solution, the partial vapor pressure of each volatile component in the solution is directly proportional to its mole fraction. നമ്മൾ ഇപ്പോൾ എടുക്കുന്ന കേസിലാണെങ്കിൽ സോളിഡ് ലിക്വിഡിന്റെ കേസിലാണ് നമ്മൾ റോൾസ് ലോ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ആര് മാത്രമേ വോളറ്റൈൽ ആയിട്ടുള്ളൂ? സോൾവെന്റ് മാത്രമേ വോളറ്റൈൽ ആയിട്ടുള്ളൂ, അതായത് ലിക്വിഡ് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ കേസിൽ മാത്രമേ എന്താ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? റൗൾസ് ലോ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോളിഡ് സൊല്യൂട്ട് എന്ത് ചെയ്യൂല? വോളറ്റൈലൈസ് ചെയ്യൂല. അതുകൊണ്ട് അതിന്റെ കേസ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. നേരത്തെ നമ്മൾ രണ്ട് എക്സ്പ്രഷൻ പഠിച്ചിട്ടില്ലേ? ഏതൊക്കെയാ? രണ്ടാളും വോൾട്ടലൈസ് ചെയ്യുന്നത് കൊണ്ട് P1 ഈക്വൽ ടു P10 ഇൻറ്റു x1, അതേപോലെ P2 ഈക്വൽ ടു P20 ഇൻറ്റു x2. ഇവിടെ നമ്മൾ ഏത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? ഒരാൾ മാത്രമേ ഇവിടെ വോൾട്ടൈൽ ആയിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ x1 എന്നുള്ളത് സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ മാത്രമേ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ കോമ്പണന്റ് വോൾട്ടൈൽ അല്ല, അതായത് ഇവിടെയുള്ള സോളിഡ് സൊല്യൂട്ട് വോൾട്ടൈൽ അല്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കൃഷ്ണശ്രീ സിനോനിമ? ഓക്കെ. അടുത്ത് നമ്മളൊരു ഡെറിവേഷൻ പാർട്ടിലോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. ചെറിയൊരു ഡെറിവേഷൻ, അതായത് ഡെറിവേഷൻ ആയിട്ടൊന്നുമില്ല, നമ്മൾ മുന്നേ പഠിച്ചത് തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഇൻ എ ബൈനറി സൊല്യൂഷൻ ഓഫ് സോളിഡ് സൊല്യൂട്ട് ഇൻ ലിക്വിഡ് സോൾവെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സോളിഡ് സൊല്യൂട്ട് എന്താണ്? നോൺ വോളറ്റൈൽ ആണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പാരഗ്രാഫിലുണ്ട്, ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ ഉണ്ട്, ഇവിടെ ആയിട്ടുണ്ട്. ഞാനൊന്ന് ഷോർട്ടാക്കി പറയുന്നേ ഉള്ളൂ. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ടെക്സ്റ്റ് ബുക്കും വായിക്കണേ. ഓക്കെ. സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണ്, സോൾവെന്റ് ആണ് ഇവിടെ വാപ്പർ ഫേസിലോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ സോൾവെന്റിന്റെ ഭാഗത്തു നിന്ന് മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? വാപ്പർ പ്രഷർ എന്നുള്ള ടേം കിട്ടുള്ളൂ. കാരണം സൊല്യൂട്ട് വാപ്പർ ഫേസിലോട്ടേക്ക് പോകുന്നില്ല, എന്നാൽ മാത്രമല്ലേ ലിക്വിഡ് ഫേസിലേക്ക് അവർ പ്രഷർ അപ്ലൈ ചെയ്യുള്ളൂ. അതല്ലേ വാപ്പർ പ്രഷർ. ഓക്കെ. സോ വാപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റ് എന്നുള്ളത് എന്താണ്? എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ x1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പ്രഷൻ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? P1 ഈക്വൽ ടു xi P1 ഈക്വൽ ടു x1 P10. ഇവിടുത്തെ ടോട്ടൽ വാപ്പർ പ്രഷർ എന്ത് തന്നെയാണ്? ഈ എക്സ്പ്രഷൻ തന്നെയാണ്. കാരണം P2 നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട, P2 ഈക്വൽ ടു 0 ആണ്. സോ P ടോട്ടൽ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? P1 പ്ലസ് P2. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം വരുന്നതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്യണം. P2 0 ആയതുകൊണ്ട് നമുക്ക് P ടോട്ടൽ ഇവിടെ എന്ത് തന്നെയാണ്? സോളിഡ് ഇൻ ലിക്വിഡിന്റെ കേസിൽ, സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ് എന്നുള്ള സൊല്യൂഷന്റെ കേസിൽ P ടോട്ടൽ വാപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈക്വൽ ടു വാപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റ്. ഓക്കെ. ഹലോ. ഇവിടെ P ടോട്ടൽ എന്ത് തന്നെയാണ്? സോൾവെന്റിന്റെ വാപ്പർ പ്രഷർ തന്നെയാണ്. P1 മാത്രമാണ് P ടോട്ടൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?
ഇനി ഇവിടെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പി ടോട്ടൽ ഈക്വൽ ടു നമ്മൾ എന്താ പഠിച്ചതെന്ന് ഓർത്തെടുത്താട്ടെ. ലിക്വിഡിന്റെ കേസിൽ നമ്മൾ എന്താ പഠിച്ചത്? P10 പ്ലസ് ആരാ പറയാ? കൃഷ്ണശ്രീ. P10 പ്ലസ് സിനോനിമ P20 മൈനസ് P10 ഇൻറ്റു ഒരാളുടെ ടേം മാത്രമേ ഉള്ളൂ. x1 ആണ് x2 ആണ്. നമ്മൾ പഠിച്ചത് x2. അത് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു y ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്തിട്ട് ഒരു ഗ്രാഫ് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിങ്ങൾ ഇത് y ഈക്വൽ ടു mx പ്ലസ് c വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് P1 വേഴ്സസ് x1 പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ c എന്നുള്ള ടേം ഇവിടെ ഉണ്ടാ? y ഇന്റർസെപ്റ്റ് ആയിട്ട് എടുക്കാൻ ഒരു ടേം ഇല്ല. ഇല്ലാലോ? ഉണ്ടോ? ഹലോ, എന്ത്? ഇവിടെ P2 ഇല്ലാലോ. ഞാൻ ഇവിടുത്തെ കേസ് നേരത്തെ നമ്മൾ കണ്ട ഇക്വേഷൻ ഏതിൻ്റെതാ? ലിക്വിഡിന്റെ കേസിൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടില്ലേ? P10 എന്നുള്ളത് എന്താണ്? y ഇന്റർസെപ്റ്റ് ആണ്. x2ന്റെ ടേംസിലാക്കുമ്പോൾ P2 മൈനസ് P1 എന്നുള്ളത് അവിടെ സ്ലോപ്പ് ആയിട്ടൊക്കെ വരും സ്ട്രേറ്റ് ലൈൻ ഇക്വേഷനിൽ. ഇവിടെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ടേം അല്ലേ ഉള്ളൂ. P2ന്റെ ടേം ഇതിലില്ല. x1 P10 എന്ന് പറയുന്നത് ഒറ്റൊരു ടേമാണ്. മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് ഒറ്റ ടേമാണ്. ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് ടേം എന്ന് പറയാം. ഓക്കെ. അപ്പൊ x1 P10 നമുക്ക് ഏതുമായിട്ട് കമ്പയർ ചെയ്യാം? mx ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾ ഗ്രാഫ് നോക്കിയേ, y ആക്സിസിൽ P1 എടുത്തു. ഓക്കെ. y ആക്സിസിൽ നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? P1 എടുത്തു. x ആക്സിസിൽ ആരെ എടുത്തു? x1. x1 എന്നുള്ളത് എന്താണ്? സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. P10 എന്നുള്ളത് എന്തായിരിക്കും? ഇതിന്റെ സ്ലോപ്പ് ആയിരിക്കും. ആണല്ലോ. ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ടേം മൈനസ് ചെയ്തിട്ടോ ആഡ് ചെയ്തിട്ട് വേറൊരു ടേം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെന്തില്ല? y ഇന്റർസെപ്റ്റ് ഇല്ല. അതിനർത്ഥം എന്താ? ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിൻ നിന്ന് തന്നെയാണ്. ഓക്കെ. y ഇന്റർസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇതാ ഇവിടുന്ന് എങ്ങാനും സ്റ്റാർട്ട് ചെയ്താൽ പോരെ. അപ്പൊ ഈ ഗ്രാഫ് മാറിപ്പോയത് സോളിഡ് ലിക്വിഡിന്റെ കേസിലെ വാപ്പർ പ്രഷർ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് എന്നുള്ളത് ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ. ഓക്കെ അല്ലേ? എന്തേലും രീതിയിൽ ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്യാനായിട്ട് വന്നില്ലെങ്കിൽ ആ കാര്യം മൈൻഡിൽ വെക്കണം. അപ്ലിക്കേഷൻ ലെവൽ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ സോളിഡും ലിക്വിഡിന്റെയും ലിക്വിഡിന്റെ കേസിൽ കമ്പയർ ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രീതിയിൽ ആ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ. കാര്യം ഇപ്പൊ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. y ഈക്വൽ ടു mx എന്ന് അവിടെ എഴുതി വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും y ഈക്വൽ ടു mx ആണ്, c ഈക്വൽ ടു 0 ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവിടെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു എന്നുള്ളത്, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി നമ്മൾ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ലിക്വിഡ് സൊല്യൂഷൻസ് രണ്ട് തരത്തിലുണ്ട്. ഓക്കെ. ഒന്ന് ഐഡിയൽ സൊല്യൂഷൻ, മറ്റൊന്ന് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐഡിയൽ സൊല്യൂഷൻസ് ആണ്. ഐഡിയൽ സൊല്യൂഷൻസ് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പഠിച്ചത് എന്താ? ലിക്വിഡ് സൊല്യൂഷൻസ് നമ്മൾ അപ്ലൈ ചെയ്തൊരു ലോ ആണ് റൗൾസ് ലോ എന്ന് പറയുന്നത്. ആണല്ലോ. റൗൾസ് ലോ നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു. ആ റൗൾസ് ലോനനുസരിച്ചിട്ടുള്ള വേപ്പർ പ്രഷർ ആണ് ഒരു സൊല്യൂഷന് കൃത്യമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും റൗൾസ് ലോ അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന വേപ്പർ പ്രഷർ സെയിം ആണെങ്കിൽ അതൊരു ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. ഏതൊരു കോൺസെൻട്രേഷൻ റേഞ്ചിലും റൗൾസ് ലോ കൃത്യമായിട്ട് ഒബേ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അതെന്തായിരിക്കും? ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ. ഓക്കെ ആണോ? ഐഡിയൽ സൊല്യൂഷൻ എന്താണ്? ശരിയായ ഒരു ഐഡിയ കിട്ടിയോ? ഹലോ. ഓക്കെ. മനസ്സിലായിട്ടില്ലേ? ഒന്നുകൂടെ പറയണോ? ഓക്കെ. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? റൗൾസ് ലോ കൃത്യമായിട്ട് ഒബേ ചെയ്യാന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? നമ്മൾ റൗൾസ് ലോയിൽ കണ്ടുപിടിക്കുന്നത് എന്താ? പി ടോട്ടൽ ആണ്. പി ടോട്ടൽ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ ആണ്. ആ വേപ്പർ പ്രഷർ നമ്മൾ റൗൾസ് ലോ വെച്ച് കണ്ടുപിടിച്ചിട്ട്
എക്സ്പീരിമെന്റലി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് വാല്യൂ സെയിം ആണെങ്കിൽ അതിനർത്ഥം എന്താ? ആ ലോ ശരിക്കും ആ സൊല്യൂഷൻ ഒബേ ചെയ്തു എന്നല്ലേ? ആണല്ലോ. അതിനെയാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതും എക്സ്പീരിമെന്റലി കിട്ടുന്നതും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റൗൾസ് ലോ അപ്ലൈ ചെയ്ത് നമ്മുടെ റൗൾസ് ലോന്റെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചിട്ട് എക്സ്പീരിമെന്റലി കിട്ടിയ വേപ്പർ പ്രഷർ നോക്കിയപ്പോൾ ഈ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിലോ മാറ്റുണ്ട് എന്ന് അർത്ഥം. അതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്നുള്ള വേറൊരു കാറ്റഗറി. ഓക്കെ ഓക്കെ അല്ലേ? ഇനി ഐഡിയൽ സൊല്യൂഷന് വേറെ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസും കൂടി ഉണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കോമ്പണൻസ് മിക്സ് ചെയ്തിട്ടാണ് ഒരു ലിക്വിഡ് സൊല്യൂഷൻ സംബന്ധിച്ചിടത്തോളം രണ്ട് വോളറ്റൈൽ കോമ്പണൻസ് മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അവർ മിക്സ് ചെയ്യുന്ന സമയത്ത് വോളിയത്തിൽ ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല, ഹീറ്റ് അബ്സോർപ്ഷനോ ഹീറ്റ് എവല്യൂഷനോ ഒന്നും ഉണ്ടാവുന്നില്ല. അതായത് നമുക്ക് പറയാം ഡെൽറ്റ എച്ച് മിക്സ് അല്ലെങ്കിൽ ഡെൽറ്റ വി മിക്സ് എന്നുള്ളത് എന്താണ്? സീറോ ആണ്. ഡെൽറ്റ എന്നുള്ളത് സീറോ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഉണ്ടാവുന്നില്ല എന്നർത്ഥം. ഓക്കെ, നമ്മൾ ആദ്യം എടുക്കുന്ന ഇനീഷ്യലി എടുക്കുന്ന കോമ്പണന്റിന് എന്താണോ വോളിയം, ആ രണ്ട് കോമ്പണന്റിന്റെ വോളിയം ആഡ് ചെയ്ത വോളിയം തന്നെയാണ് സൊല്യൂഷനും കിട്ടുക. അതിലൊരു കുറവോ കൂടുതലോ ഒന്നും ഉണ്ടാവില്ല, കറക്റ്റ് അതേ വോളിയം കിട്ടും. ഓക്കെ ഓക്കെ, അതെന്തുകൊണ്ടാണ്? ചില കേസിൽ രണ്ടാൾക്കാർ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ലാബിലെല്ലാം കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എക്സ്പീരിമെന്റ് പണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാൾക്കാർ കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരാൾ പുറത്തോട്ടേക്ക് ഗ്യാസ് ആയിട്ടൊക്കെ പുറത്തേക്ക് പോകും. അന്നേരം അത്രയും വോളിയാണ് പുറത്തേക്ക് പോകുന്നത്. കാര്യം പിടികിട്ടിയ? ഒരു കണ്ടന്റ് പുറത്തേക്ക് പോവാന്ന് പറയുമ്പോൾ അത്രത്തോളം അത് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു വോളിയം പുറത്തേക്ക് പോകുന്ന അർത്ഥം. ഓക്കെ, അപ്പം ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. അങ്ങനെ ഒരു വലിയൊരു രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻ ഒന്നും അവിടെ നടക്കുന്നില്ല. അവിടെ ഹീറ്റ് അബ്സോർബും ചെയ്യുന്നില്ല, ഹീറ്റ് ഇവോൾവും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കോമ്പണൻസ് ആഡ് ചെയ്താൽ കിട്ടുന്ന വോളിയം തന്നെയായിരിക്കും ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ആൽസോ ഇത് ഈ രണ്ട് ലൈനിലായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം അവിടെ ഉണ്ട്. ഓക്കെ, അതൊന്നും അവിടെ മാർക്ക് ചെയ്ത് വെക്കണേ. ഐഡിയൽ സൊല്യൂഷന്റെ ഡെഫിനിഷൻ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ ഈ ഭാഗമുള്ളത് ഒന്ന് മാർക്ക് ചെയ്യണം. അതേപോലെ ഇതും മാർക്ക് ചെയ്യണം. ഓക്കെ, എന്താ പെട്ടെന്ന് കട്ടായേ? ഒരൊറ്റ സെക്കൻഡേ. നിങ്ങൾക്ക് സ്ക്രീന് കാണുന്നുണ്ടോ? ഹലോ, എന്ത് ചെയ്യണം? നല്ലോണം പഠിക്കണം അല്ലെ? നല്ലോണം പഠിച്ച് അത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യണം. 3 മാർക്ക് കിട്ടണമെങ്കിൽ വെറും ഒരു ലൈനോ 2 ലൈനോ എഴുതിയാൽ പോരാ, മോളിക്കുലർ ലെവലിലുള്ള റീസൺ കൂടി കൊടുക്കണം. അപ്പൊ നമ്മൾ ഒരു ബൈനറി സൊല്യൂഷൻ ആണ് ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്. എയും ബിയും മിക്സ് ചെയ്യുന്ന വിചാരിക്കാം. അതിൽ എ ഇന്ററാക്ഷനും ബി ഇന്ററാക്ഷനും നമ്മൾ കണ്ടുപിടിച്ചു. എ ബി ഇന്ററാക്ഷനും നോക്കിയ സമയത്ത് എ ബി ഇന്ററാക്ഷൻ വളരെ വീക്കറായ കേസിൽ എന്ത് സംഭവിക്കും? എയും ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ വീക്ക് ആണെങ്കിൽ എക്കും ബിക്കും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റൂലേ വേപ്പർ ഫേസിലേക്ക്? ഈ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ബോണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ബോണ്ട് എത്രത്തോളം വീക്കാണ് നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ച് പുറത്തേക്ക് പോയിക്കൂടെ? അല്ലേ? എയും തമ്മിലും ബിയും തമ്മിലുള്ളതിനേക്കാളും വീക്കർ ആണ് എ ബി ഇന്ററാക്ഷൻ എങ്കിൽ എ ബി ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ആവൂലേ? ആവില്ലേ? ഇല്ലേ? അപ്പൊ അവർക്ക് പെട്ടെന്ന് വേപ്പർ ഫേസിലോട്ടേക്ക് പോകാൻ പറ്റും. അപ്പൊ നോർമലി എക്സിബിറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് വേപ്പർ പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ വരുന്നത്. ക്ലിയർ? ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണ. കുറച്ചുകൂടെ അത് ഡൈജസ്റ്റ് ചെയ്യാൻ സമയം എടുക്കുന്നു. അതായത് നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ എന്ന് പറയുന്നത് എന്താണ്? എ സൊല്യൂഷൻ ഷോയിങ് ഹൈ വേപ്പർ പ്രഷർ കമ്പയർഡ് ടു ദാറ്റ് പ്രെഡിക്റ്റഡ് ഫ്രം റൗൾസ് ലോ. നമ്മൾ റൗൾസ് ലോ വെച്ച് കണ്ടുപിടിച്ചതിനേക്കാളും കൂടുതൽ വേപ്പർ പ്രഷർ അതിന് കിട്ടുന്നുണ്ട്. അപ്പൊ കൂടുതൽ വേപ്പർ പ്രഷർ ഉണ്ടാവണമെങ്കിൽ കൂടുതൽ ആൾക്കാർ വേപ്പർ ഫേസിലോട്ടേക്ക് പോകുന്നത് കൊണ്ടല്ലേ അവിടെ ഒരു കൂടുതൽ വേപ്പർ പ്രഷർ ഉണ്ടാവുന്നത്. അതാണല്ലോ. അത് ക്ലിയർ അല്ലേ? ആ ടേം ക്ലിയർ അല്ലേ? അപ്പൊ ഈ കൂടുതൽ വേപ്പർ പ്രഷർ വരാൻ എന്താണ് കാരണം? എന്തുകൊണ്ട് കൂടുതൽ ആൾക്കാർ വേപ്പർ ഫേസിലോട്ടേക്ക് പോകുന്നു എന്നുള്ളത് മോളിക്കുലർ ലെവലിൽ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് നോർമലി സോൾവെന്റ്, ഒരു പ്യുവർ സോൾവെന്റിന്റെ ബോണ്ടിങ്ങിനേക്കാളും കുറവ് ബോണ്ടിങ് എവിടെയുള്ളൂ? സൊല്യൂഷനിൽ ബോണ്ടിങ് വരുന്നുള്ളൂ.
അപ്പൊ പെട്ടെന്ന് സൊല്യൂഷനിൽ അവർക്ക് ഇറങ്ങിപ്പോകാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. എയും ബിയും എന്റെ കൂടി നിൽക്കുന്നതിനേക്കാളും വീക്കർ ആയിട്ടാണ് എവിടെ ഫോഴ്സ് ഉള്ളത്? എയും ബിയും തമ്മിലുള്ളത്. അതായത് ഒന്നുകൂടെ പറയാം, എ എന്നുള്ളത് ഒരു പ്യുവർ സോൾവെന്റ്, മറ്റൊരു പ്യുവർ സോൾവെന്റ് ആണ് ബിയും ബിയും. ഇവര് തമ്മിൽ നല്ല സ്ട്രോങ് ബോണ്ടിങ് ആണ്. പക്ഷെ എ ബി നോക്കുകയാണെങ്കിൽ നമ്മൾ സൊല്യൂഷൻ ഫേസിലേക്ക് പോകുന്ന സമയത്ത് എയും ബിയും തമ്മിൽ വീക്ക് ഫോഴ്സേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? എ ബി ബ്രേക്ക് ചെയ്ത് എ അതേപോലെ ബി എവിടത്തോട്ടേക്ക് പോവും? നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ എയും ബിയും വേപ്പർ ഫേസിലോട്ടേക്ക് പോകും. അതിനനുസരിച്ച് നമ്മൾ റൗൾസ് ലോയിൽ പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാളും വേപ്പർ പ്രഷർ ആര് എക്സേർട്ട് ചെയ്യും? ഈ വേപ്പർ ഫേസിലോട്ടേക്ക് പോയ എയും ബിയും എക്സേർട്ട് ചെയ്യും. ഇപ്പം ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ കൂടി പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, ഇനി ഇത്രയും കാര്യം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എക്സാമ്പിളും കൂടി നോട്ട് ചെയ്യണം. പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ കാണിക്കുന്നതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിക്സ്ചേഴ്സ് ഓഫ് എത്തനോൾ ആൻഡ് അസറ്റോൾ. അതൊന്ന് മാർക്ക് ചെയ്യണേ. മിക്സ്ചേഴ്സ് ഓഫ് എത്തനോൾ ആൻഡ് അസറ്റോൾ മാർക്ക് ചെയ്താൽ നിങ്ങളോട് ചോദിക്കുവേ. ഓക്കെ അല്ലേ? എക്സാമ്പിൾ ചോദിക്കൂ. ഇതിൽ നിങ്ങൾ എത്തനോൾ ആൻഡ് അസറ്റോളിന്റെ കേസ് തന്നെ ഒരു കാര്യം വെച്ച് പഠിക്കാൻ പറ്റും. എത്തനോൾ എന്ന് പറയുമ്പോൾ എന്താണ് മോളിക്കുലർ ഫോർമുല? C2H5OH ആണ്. അസറ്റോൺ ആണെങ്കിലോ CH3CO ഡബിൾ ബോണ്ടഡ് CH3. ഇവരൊരു എത്തനോൾ നോർമലി വെറുതെ ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് തന്നെ അതിനെന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്സിജൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ എന്ത് ചെയ്യും? അഡ്ജസന്റ് ആയിട്ടുള്ള എത്തനോൾ മോളിക്യൂളിലുള്ള ഹൈഡ്രജനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ എത്തനോൾ എന്ന് പറയുന്ന ഒരു പ്യുവർ സോൾവെന്റ് നോക്കുകയാണെങ്കിൽ നല്ല ബോണ്ടിങ് ഉണ്ട്. ഓക്കെ പക്ഷെ ഈ എത്തനോളിലേക്ക് അസറ്റോൺ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് അവിടെ കുറയേ ചെയ്യുന്നത്. എത്തനോളും അസറ്റോണും മിക്സ് ചെയ്ത് സൊല്യൂഷൻ ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇത്രത്തോളം സ്ട്രോങ് ബോണ്ടിങ് എവിടെ ഇല്ല? അസറ്റോണും എത്തനോളും തമ്മിലില്ല. ഹൈഡ്രജൻ ബോണ്ടിങ് അവിടെ നടക്കുന്നില്ല. അതിനർത്ഥം എന്താ? സൊല്യൂഷൻ ഫേസിൽ അവർ കുറച്ചുകൂടെ ഫ്രീ ആണ്. അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? നേരത്തെ എത്തനോൾ നിന്നതുപോലെയല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴും കുറച്ചുകൂടെ അവർക്ക് ഫ്രീഡം ഉണ്ട്. സോ ദേ ക്യാൻ ഈസിലി മൂവ് ഓൺ ടു വേപ്പർ ഫേസിലോട്ടേക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. അതിനനുസരിച്ച് റൗൾസ് ലോ നിന്ന് പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ വേപ്പർ പ്രഷർ ആര് എക്സേർട്ട് ചെയ്യും? എത്തനോൾ. ഹലോ റൗൾസ് ലോയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എവിടെ പ്രഷർ ഉണ്ടാവും? എത്തനോൾ അസറ്റോൺ മിക്സറിന്റെ കേസിൽ ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഇതിന്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഗ്രാഫ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ ഗ്രീൻ കളറിൽ ഡോട്ടഡ് ലൈനിൽ കാണിക്കുന്നതാണ് നമ്മൾ മുന്നേ പഠിച്ച ഗ്രാഫ്. ഓക്കെ, ഇതാണ് നമ്മൾ മുന്നേ പഠിച്ച ലീനിയർ ചേഞ്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഡീവിയേഷൻ വന്നു, ഗ്രാഫിനും അതിനനുസരിച്ച് മാറ്റം വന്നു. ഹലോ, ആരും ഇല്ലേ? സിനോനിമ കേൾക്കുന്നില്ലേ? മനസ്സിലാകുന്നില്ലേ? ഓക്കെ, ഇതിൽ ഗ്രാഫിൽ മാറ്റം വന്നു. നമ്മൾ നേരത്തെ പഠിച്ച ലീനിയർ ഗ്രാഫ് അല്ല, നിങ്ങൾ ഈ വയലറ്റ് കളർ അല്ലെങ്കിൽ പർപ്പിൾ കളറിൽ കാണുന്നതാണ് ആക്ച്വൽ ആയിട്ട് നോൺ ഐഡിയൽ. എങ്ങനെയുള്ള നോൺ ഐഡിയൽ സൊല്യൂഷൻ? ഹാവിംഗ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. ആ ഒരു പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസിൽ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? ഞാൻ പറഞ്ഞു പ്രഷർ കൂടുതലായിരിക്കുമല്ലോ, അപ്പൊ ഗ്രാഫ് കുറച്ചുകൂടെ മേലെ ആയിരിക്കും. ഇതായിരുന്നു ഗ്രാഫ്, കുറച്ചുകൂടെ മേലെ കർവ് വന്നു. ഓക്കെ, ഇനി ഇതിന്റെ കേസിൽ ഇതായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, കുറച്ചുകൂടെ കൂടുതലായതുകൊണ്ട് ഇങ്ങനെ കർവ് വന്നു. രണ്ടും കൂടിയ സ്ഥിതിക്ക് എന്തും കൂടും? പി ടോട്ടലിന്റെ ഗ്രാഫും എന്ത് ചെയ്തു? കർവ് വന്നു. അതായത് കൂടുതലാണെന്നാ കാണിക്കുന്നത്. ഈ ഒരു കർവ് വരുന്നത് ക്ലിയർ അല്ലേ? വേപ്പർ പ്രഷർ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ എന്നുള്ള കർവാണിത്. ഓക്കെ, ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ആണ് അടുത്ത് നോക്കേണ്ടത്. ഓക്കെ, ഇതിന് നേരെ എല്ലാ കാര്യങ്ങളും ഇതിൽ നേരത്തെ പഠിച്ചതിന്റെ ഓപ്പോസിറ്റാണ് പഠിക്കേണ്ടത്. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന വേപ്പർ പ്രഷർ എന്താ? നമുക്ക് റൗൾസ് ലോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തത് എന്താണ് അതിനേക്കാളും കുറവാന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതിനർത്ഥം
AB ഇന്ററാക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? വേപ്പർ പ്രഷർ എപ്പോഴാ കുറയാ? വേപ്പർ ഫേസിലോട്ടേക്ക് ആൾക്കാർ പോകുന്നത് കുറയുമ്പോഴല്ലേ? അല്ലേ? അതെ, ഇന്ററാക്ഷൻ ഇന്ററാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ? നേരത്തെ കേസിനേക്കാൾ ഓപ്പോസിറ്റ് ആണ്, നല്ലോണം ഇന്ററാക്ഷൻ കൂടുകയും ചെയ്യുന്നത്. പ്യുവർ സോൾവെന്റ് ഉള്ളതിന്റെ ഇന്ററാക്ഷനേക്കാളും മിക്സ് ചെയ്ത് സൊല്യൂഷൻ ആകുന്ന സമയത്ത് രണ്ട് വോളറ്റൈൽ കോമ്പണൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്താ ചെയ്യുന്നത്? കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയി. അപ്പോഴേ ഈ സോൾവെന്റ് മോളിക്യൂൾസിന് എന്ത് ചെയ്യാൻ കഴിയില്ല, നേരത്തെ ഉള്ളതിന്റെ അത്ര ഫ്രീഡം അവർക്ക് ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, റൗൾസ് ലോയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ അവർ എസ്കേപ്പ് ചെയ്യില്ല. വേപ്പർ ഫേസിലേക്ക് എസ്കേപ്പ് ചെയ്യാത്തതോടത്തോളം വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ചെയ്യും. അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോയിൽ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ കേസിലും നിങ്ങൾക്ക് എക്സാമ്പിൾ പഠിക്കാനുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് അസറ്റോൺ വരുന്നുണ്ട്. പക്ഷെ മിക്സ്ചർ ആരാണ്? അസറ്റോൺ വിത്ത് ക്ലോറോഫോം ആണെന്നുള്ളത് മറന്നു പോകരുത്. ക്ലോറോഫോം ആൻഡ് അസറ്റോൺ ആണ്. ഇവിടെ മിക്സ് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ എന്താ സംഭവിക്കുന്നത്? ക്ലോറോഫോമും അസറ്റോണും മിക്സ് ചെയ്ത് അവർ തമ്മിൽ ഒരു ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്, സ്ട്രോങ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുന്നത് കൊണ്ടാണ് അവരുടെ എസ്കേപ്പിംഗ് ടെൻഡൻസി കുറയുന്നതും അതുവഴി വേപ്പർ പ്രഷർ കുറയുന്നതും. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? രണ്ട് ടൈപ്പ് സൊല്യൂഷൻസ് പഠിച്ചു. ഐഡിയൽ സൊല്യൂഷൻ പഠിച്ചു, നോൺ ഐഡിയൽ സൊല്യൂഷൻ പഠിച്ചു. നോൺ ഐഡിയലിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഒന്ന് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ, മറ്റൊന്ന് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. ഇനി വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്, അസിയോട്രോപ്സ് എന്നുള്ള ചെറിയൊരു ടോപ്പിക്. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് അതിന്റെ ഒരു തിയറി മാത്രം പഠിക്കാനുണ്ട്. ഓക്കെ, അസിയോട്രോപ്സ് എന്താണ്? അതൊരു ബൈനറി മിക്സ്ചർ ആണെന്നുള്ളത് മൈൻഡിൽ വെക്കുക. അതെന്താണ്? രണ്ട് ലിക്വിഡ്സ് തന്നെയാണ്. രണ്ട് ലിക്വിഡ്സ് മിക്സ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡിലും വേപ്പർ ഫേസിലും ഒരേ കോമ്പോസിഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അവരെന്താണ്? അസിയോട്രോപ്സ് ആണ്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ച ലിക്വിഡ് സൊല്യൂഷനിൽ തന്നെ രണ്ട് ലിക്വിഡ്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും അവരെ കോമ്പോസിഷൻ ചെക്ക് ചെയ്യുമ്പോൾ രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അസിയോട്രോപ്സ് ആയിരിക്കും. അങ്ങനെയുള്ള അസിയോട്രോപ്സ് ദേ ബോയിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ അതെന്ത് ചെയ്യും? ബോയിൽ ചെയ്യും. ഓക്കെ, ഇനി ഈ അസിയോട്രോപ്സിൽ തന്നെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഇവരുടെ കോമ്പോസിഷൻ ലിക്വിഡിലും വേപ്പറിലും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ ഇവരുടെ നോർമൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആയിക്കോട്ടെ സ്റ്റീം ഡിസ്റ്റിലേഷൻ ആയിക്കോട്ടെ, അതുവഴി നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കോമ്പണൻസ് ആക്കി സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. മിക്സ് ചെയ്താൽ പെർമനന്റ് ആയിട്ട് അത് അതിലത്തെ സൊല്യൂഷൻ ആയി മാറി അതിൽ നിന്ന് രണ്ട് കോമ്പണന്റ് ആയി സെപ്പറേറ്റ് ചെയ്യാന്നുള്ളത് വെരി ഡിഫിക്കൽട്ട് ആണ്. അതിന് വേറെയും അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ആ ഡിഗ്രി ലെവലിലേ പഠിക്കാനുണ്ട്. വേറെ കുറെ മെത്തേഡ്സ് ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അസിയോട്രോപ്സിന് രണ്ട് കാറ്റഗറി പഠിക്കാനുണ്ട്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആൻഡ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത് അതിന്റെ കേസിൽ അതെന്താണ്? ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. എങ്ങനെയുള്ള നോൺ ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും? ഷോയിങ് എ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. അതിന്റെ ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്. സൊല്യൂഷൻ വിച്ച് ഷോയിങ് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ഫോം മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് അറ്റ് എ സ്പെസിഫിക് കോമ്പോസിഷൻ. ആ കാര്യം ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ അസിയോട്രോപ്പ് ആരെന്നെയാന്നുള്ളത് മനസ്സിലായില്ലേ? നോൺ ഐഡിയൽ സൊല്യൂഷനിലുള്ള ഒരു കാറ്റഗറി തന്നെയാണ് ആര്? അസിയോട്രോപ്പ്. ഓക്കെ, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണെങ്കിൽ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ക്ലിയർ ആണോ? അതിന്റെ എക്സാമ്പിള് താഴെ കൊടുത്തിട്ടുണ്ട്. എത്തനോൾ വാട്ടർ മിക്സ്ചർ ആണ് എന്തിന്റെ എക്സാമ്പിള്? അസിയോട്രോപ്പിന്റെ എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞ് അവിടെ മാർക്ക് ചെയ്തേ. ഓക്കെ, ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ ഈ ലൈന് മാർക്ക് ചെയ്തോ. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിന്റെ ഡെഫിനിഷൻ ആണ് സൊല്യൂഷൻസ് ദാറ്റ് ഷോയിങ് ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ഫോം മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് അറ്റ് എ സ്പെസിഫിക് കോമ്പോസിഷൻ. ഈ രീതിയിൽ കൃത്യമായിട്ട് ഡെഫിനിഷൻ ഇതേപടി എഴുതണം. ഓക്കെ, അതിനും എക്സാമ്പിൾ ഉണ്ട്. എന്താണ്? നേരത്തെ നമ്മൾ എത്തനോൾ വാട്ടർ മിക്സ്ചറാ പറഞ്ഞത്, ഇവിടെ നൈട്രിക് ആസിഡും വാട്ടറും ആണ് എക്സാമ്പിൾ വരുന്നത്. നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ മിക്സ്ചർ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇനി ഇതിന്റെ കോമ്പോസിഷൻ പഠിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേ. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ടുള്ള എത്തനോൾ വാട്ടർ മിക്സ്ചറിന്റെ കോമ്പോസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 95% എത്തനോളും 5% വാട്ടറാണ് ഉള്ളത്.
ഓക്കെ 5% അവിടെ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് അറിയാലോ. 100 ബാക്കി ആരാ ഉണ്ടാവുക? 5% വാട്ടറേ ഉണ്ടാവും. അതേപോലെ നൈട്രിക് ആസിഡും വാട്ടർ മിക്സറിന്റെ കേസിലും എന്ത് കൊടുത്തിട്ടുണ്ട്? കോമ്പോസിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് അല്ല, ചിലപ്പോൾ ചോദിക്കും ചെയ്യാം. 68% നൈട്രിക് ആസിഡും 32% ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഒന്നിന്റെ കോമ്പോസിഷൻ പഠിച്ചാൽ ബാക്കി എങ്ങനെ കിട്ടും? 100 മൈനസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇനി ഇൻഡെക്സ് ക്വസ്റ്റ്യനിൽ 1.6 കാണുന്നുണ്ടാ? 1.8 കാണുന്നുണ്ടാ? അതൊന്ന് ചെയ്തു നോക്കണേ, കിട്ടുന്നുണ്ടോ നോക്കണേ. ഇതുവരെ പഠിച്ചതിന്റെ തന്നെയാണ് സെയിം. നമ്മള് റൗൾസ് ലോ പഠിച്ചിട്ടില്ലേ? റൗൾസ് ലോന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ പ്യുവർ ലിക്വിഡ്സ് ആയിട്ടുള്ള A&Bയുടെ വേപ്പർ പ്രഷർ കൊടുത്തിട്ടുണ്ട് 450ഉം 700ഉം. അതെന്താണ്? P10യും P20 ആണ്. പ്യുവർ കോമ്പണന്റിന്റെ വേപ്പർ പ്രഷർ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് കോമ്പോസിഷൻ ആണ്. കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ട? മോൾ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. ലിക്വിഡ് മിക്സ്ചർ സൊല്യൂഷന്റെ മോൾ ഫ്രാക്ഷൻ ആണ്. ഞാൻ നേരത്തെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞു. മോൾ ഫ്രാക്ഷൻ അറ്റ് സൊല്യൂഷൻ ഫേസ്, മോൾ ഫ്രാക്ഷൻ അറ്റ് വേപ്പർ ഫേസ്. x1 x2 ആണെങ്കിൽ അതെന്തായിരിക്കും? സൊല്യൂഷൻ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ ആയിരിക്കും. y1 y2 ആണെങ്കിൽ അതെന്തായിരിക്കും? മോൾ ഫ്രാക്ഷൻ അറ്റ് വേപ്പർ ഫേസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ രണ്ടും കണ്ടുപിടിക്കാനുണ്ട്. കോമ്പോസിഷൻ ഓഫ് ദ ലിക്വിഡ് മിക്സ്ചറും കണ്ടുപിടിക്കാനുണ്ട്, കോമ്പോസിഷൻ ഓഫ് ദി വേപ്പർ ഫേസും കണ്ടുപിടിക്കാനുണ്ട്. ലിക്വിഡ് മിക്സ്ചർ എന്ന് പറയുന്നത് തന്നെയാണ് സൊല്യൂഷന്. ഓക്കെ, അതിന് ഡൗട്ട് ഉണ്ടാവേണ്ട ആവശ്യമില്ല. x1 x2 y1 y2 ഈ 4 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് P10 തന്നിട്ടുണ്ട്, P20 തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ P ടോട്ടൽ, ഇഫ് ദ ടോട്ടൽ വേപ്പർ പ്രഷർ, അതായത് P ടോട്ടലും തന്നിട്ടുണ്ട്. ഈ വാല്യൂ ഒക്കെ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? x1ഉം x2ഉം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? നിങ്ങൾ പഠിച്ച ഇക്വേഷൻ തന്നെ. P ടോട്ടൽ ഈക്വൽ ടു P10 പ്ലസ് P20. സോറി, ഞാൻ കുറച്ചുകൂടി ഒരു വൈറ്റ് ഏരിയയിൽ ഇത്തരം. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ എന്താ? P ടോട്ടൽ ഈക്വൽ ടു P10 പ്ലസ് P20 മൈനസ് P10 ഇൻറ്റു x2 എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് P1 തന്നിട്ടുണ്ട്, P2 ഉണ്ട്, P1 ഉണ്ട്, PT ഉണ്ട്. ഇതിൽ എന്ത് കണ്ടുപിടിക്കാം? x2 കണ്ടുപിടിക്കാം. x2 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? x1 കിട്ടും അല്ലേ? x1 കിട്ടൂലേ? x2 കിട്ടിക്കഴിഞ്ഞാൽ x1 എങ്ങനെ കണ്ടുപിടിക്കും? x1 മൈനസ് ചെയ്താൽ മതി. 1 മൈനസ് x2 ചെയ്താൽ x1 കിട്ടും. ഇനി ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി y1ഉം y2 കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, P1 P2 റൗൾസ് ലോ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. എന്നിട്ട് P1 ബൈ P ടോട്ടൽ ചെയ്താൽ എന്ത് കിട്ടും? y1 കിട്ടും. P2 ബൈ P ടോട്ടൽ ചെയ്താൽ y2 കിട്ടും. നിങ്ങൾ മുന്നേ ചെയ്ത പ്രോബ്ലം വെച്ച് കമ്പയർ ചെയ്താൽ മതി. പക്ഷെ അതിൽ തന്നതുപോലെയല്ല ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ P10 P20 P ടോട്ടൽ തന്നിട്ടുള്ളൂ. മറ്റേതിൽ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? x1 x2 കണ്ടുപിടിക്കേണ്ട കുറെ ഡാറ്റ തന്നിട്ടുണ്ട്. അത് മാറ്റിയുണ്ടേ. ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ഇത് ക്ലിയർ ആണോ? ചെയ്യൂലേ? ഓക്കെ, ഞാൻ ഇത് നിങ്ങൾക്ക് ആൻസർ പറഞ്ഞതിനകത്ത് നിങ്ങൾ ഒറ്റക്ക് കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നുള്ളത്. മിനിറ്റ്, സ്ക്രീൻ വിട്ടായ സ്ക്രീൻ കാണുന്നില്ലേ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താന്നുള്ളത് ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. The properties that depend on the number of solute particles irrespective of their nature relative to the total number of particles in the solution. ഒരു സൊല്യൂഷന്റെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന് ആര് ഡിപ്പെൻഡ് ചെയ്യും? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല? നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂട്ടിന്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യൂല. അതാ ഞാൻ പറഞ്ഞത്. വേപ്പർ പ്രഷറിന്റെ ഒരു ലോവറിംഗ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ? സോളിഡ് ഇൻ ലിക്വിഡിന്റെ കേസിൽ നമ്മളൊരു പ്യുവർ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് പാർട്ടിക്കിൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കണ്ടു? ടോട്ടൽ വേപ്പർ പ്രഷറിൽ ഒരു കുറവ് കണ്ടു അല്ലെ? ഡിക്രീസ് കണ്ടു. ആ ഡിക്രീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളത്. നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂട്ടിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ നമ്മൾ ഏത് ടൈപ്പ് സൊല്യൂട്ടാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യൂല. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ കൊടുത്ത ഡെഫിനിഷൻ. ആ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ എന്ത് പറയും? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. ഓക്കെ, അതിന്റെ ഡെഫിനിഷൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ.
മാർക്ക് ചെയ്താ? ഇനി 4 ടൈപ്പ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് നിങ്ങൾ ഏകദേശം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റ്. ഓക്കെ. രണ്ടാമത് പഠിക്കാനുള്ളത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെന്റ്. മൂന്നാമത് വരുന്നത് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെന്റ്. നാലാമത് വരുന്നത് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ ഓക്കെ അല്ലേ? ഈ ആദ്യത്തെ 3 കേസിലും നിങ്ങൾ നോക്കുക, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റം വന്നു? വേപ്പർ പ്രഷർ ലോവർ ചെയ്തു, ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു, ബോയിലിംഗ് പോയിന്റ് കൂടും. ഈ 3 കാര്യങ്ങളാണ് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ മാറ്റം വരുന്നത്. ഓക്കെ. ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ളത് നിങ്ങൾ വേറെ തന്നെ പഠിക്കുന്നത്. ഓക്കെ. അങ്ങനെ ടോട്ടൽ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. ഇതുവരെയുള്ള ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. ഇതിന്റെ ഒരു സമ്മറിന്റെ ആവശ്യമില്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ പറയുന്നുണ്ട്. വി ഹാവ് ലേൺഡ് ഇൻ ദ സെക്ഷൻ 1.4.3. അതായത് ഓൾറെഡി നമ്മൾ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് എന്നുള്ള ഒരു ഹെഡിങ്ങിൽ നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സോളിഡ് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്തേ ചെയ്യുന്നുണ്ട്? പ്യുവർ സോൾവെന്റിൽ ഉണ്ടാവുന്നതിനേക്കാളും കുറവ് വേപ്പർ പ്രഷർ ആര് കാണിക്കൂ? സൊല്യൂഷൻ കാണിക്കും. ഓക്കെ. അതിനു വേണ്ടി നമ്മൾ അതിന്റെ ഒരു ഡെറിവേഷനിലോട്ടേക്കാണ് പോകുന്നത്. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? റൗൾസ് ലോയിൽ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ് എന്ത്? P1. നമ്മൾ അവിടെ P2 കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു.